പ്രൊഫഷണൽ നാടകത്തിന് ഈ പറഞ്ഞ കാതലായ നമ്മുടെ അമച്ചർ നാടകവേദി നടക്കുന്ന പരീക്ഷണങ്ങളൊന്നും പ്രൊഫഷണൽ നാടകവേദി പറ്റുകയില്ല. അതിപ്പോൾ ആരെന്ത് ഇതിനെ ആക്ഷേപിച്ചാൽ ആക്ഷേപങ്ങൾ എപ്പോഴും നമ്മൾ ഈ പറഞ്ഞ വലിയ തിയേറ്റർ നാടകക്കാരുടെ ഇടയിൽ ഈ പ്രൊഫഷണൽ നാടകം എന്ന് സ്കൂൾ ഡ്രാമയിൽ പോലും പ്രൊഫഷണൽ നാടകവേദി എന്ന് പറഞ്ഞൊരു വേദി ഉള്ളതായിട്ട് പോലും അവിടെ പിള്ളേരെ പഠിപ്പിക്കുന്നില്ല, അവർ ക്ലാസ് കൊടുക്കുന്നില്ല. യഥാർത്ഥത്തിൽ അവിടെ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഈ നാടകങ്ങളൊക്കെ കാണുകയും നാടകമായിട്ട് ബന്ധപ്പെടുത്തുകയും ഒക്കെ വേണ്ടതാണ്. അങ്ങനെ വന്നായിരുന്നെങ്കിൽ അവരുടെ സാന്നിധ്യം ഈ പ്രൊഫഷണൽ വേദിയിൽ ഉണ്ടാവുകയും പ്രൊഫഷണൽ വേദിക്ക് കുറച്ച് നിലവാരം ഉയരുകയോ അല്ലെങ്കിൽ അവരുടെ അടിസ്ഥാനപരമായ കാര്യങ്ങളൊക്കെ ഇതിനകത്തോട്ട് വരുമ്പോഴത്തേക്ക് ഇതിനും ഗുണം ചെയ്യും, അവർക്കൊരു പുതിയ അനുഭവം ഉണ്ടാകും, ഒക്കെ ചെയ്യും. അവിടുന്ന് പഠിച്ചിറങ്ങിയ പല അധ്യാപകരും ഇത് വളരെ ഇപ്പോഴും ആദരവോടെ പ്രൊഫഷണൽ നാടക പ്രസ്ഥാനത്തിനെ കാണുന്നവരുണ്ട്. കാരണം വെച്ചാൽ അതിൻ്റെ ഒരു സാധ്യതയെക്കുറിച്ച് അവർക്ക് അറിയാം. ഈ പറയുന്ന ചെറിയ പരിമിതം. മറ്റൊന്ന് പറയുന്നത്, ഇപ്പം ഞാൻ ഇറ്റ്ഫോക്കിന് അവിടെ പോയി ഇത് വർക്ക് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ 13 വർഷമായിട്ട്. അതൊരു നാടകാവതരണത്തിന് 2 ദിവസം മുന്നേ ഉള്ള പ്രിപ്പറേഷനാണ്. സ്റ്റേജ് ഒരുക്കൽ, അവിടെ വേണ്ട ലൈറ്റ് കെട്ട്, ഒരു 10-300 ലൈറ്റ്, അത് അവരാവശ്യപ്പെടുന്ന ലൈറ്റാണ് കൊടുക്കുന്നത്. വരുന്ന ടീം ആവശ്യപ്പെടുന്ന ലൈറ്റ് അക്കാദമി അവിടെ കൊടുക്കുക ചെയ്യുന്നത്. ഈ ഭയങ്കര വിശാലമായ സ്റ്റേജ്. ഇത്തവണ ഒരു നാടകം ടെമ്പസ്റ്റ് അവിടെ കളിക്കാനായിട്ടൊരു വിദേശ ടീം വന്ന് അവരാവശ്യപ്പെട്ടത് 60 അടി നീളമുള്ള സ്റ്റേജും 50 അടി പുറകോട്ടും വേണം സ്റ്റേജിന്. അങ്ങനത്തെ ഒരു ഏരിയ അവർ ആവശ്യപ്പെടുന്നത്. ഞങ്ങൾ സ്റ്റേജ് പുതുതായിട്ട് അവിടെ ഉണ്ടായിരുന്ന പെർമനൻറ്റ് ഭരതമുരളി സ്റ്റേജ് എക്സ്റ്റെൻഡ് ചെയ്യുമായിരുന്നു ഈ ഒരു നാടകത്തിന് വേണ്ടി. അങ്ങനെ നാടകം കളിക്കുന്നതാണ് നമ്മുടെ തിയേറ്റർ നാടകം. അവിടെയാണെന്ന് ഓർത്തുകൊണ്ട് ഈ പ്രൊഫഷണൽ നാടകക്കാർ ആ പടം ഈ 10 പാർലൈറ്റും കെട്ടി, അല്ലെങ്കിൽ 10 പണ്ടൊക്കെ KPSC ഞങ്ങൾ ഈ കയ്യന്തലയും പുറത്തിടുമ്പോഴത്തേക്ക് ആകെ 7 ലൈറ്റായിരുന്നുള്ളത്. ഫ്രണ്ടിൽ 2 500 ലൈറ്റ്, താഴെ ഒരു ഫുഡ് ലൈറ്റ്, ഇടയ്ക്ക് ഒരു 2 200 ഇടും, ബാക്ക്ഗ്രൗണ്ട് സീനറിക്ക് വേണ്ടി 2 200 ഇടും. 7 ലൈറ്റ്, 2 സ്പോട്ട് ലൈറ്റ് ഫ്രണ്ട്. ഇതാണ് ഒരു 80 വരെയുള്ള 85 വരെയുള്ള നമ്മുടെ ലൈറ്റിങ് സാധനം. അതിൻ്റെ സ്ഥാനത്താണെന്ന് ഓർത്തോണം ഇത്രയും ആർഭാടത്തിൽ ഇതൊക്കെ ചെയ്യുന്നത്. ആ ഒരു സൗകര്യം ഞാൻ പറഞ്ഞ അത്തരം സാധ്യതകളും സൗകര്യങ്ങളും ഈ പ്രൊഫഷണൽ നാടക പ്രസ്ഥാനത്തിന് ഉണ്ടായാൽ ഇവിടെ നമുക്ക് ഒത്തിരി പരീക്ഷണങ്ങൾ ചെയ്യാം, ഒത്തിരി മാറ്റങ്ങൾ നാടകത്തിന് വരും. പക്ഷേ കേരളത്തിൽ അത് നമുക്കൊരു സ്വപ്നം മാത്രമായിട്ട് ഇങ്ങനെ കിടക്കുകയുള്ളൂ. കാരണം ഒരിക്കലും അത് സംഭവിക്കുകയില്ല. അപ്പോൾ എപ്പോഴും ഇവർ കുറ്റം പറയുന്നവർ ഇതിൻ്റെ പരിമിതികളെക്കുറിച്ച് ഒട്ടും ബോധവാന്മാരല്ലാതെ വേറെ ഏതോ സങ്കല്പത്തിലും പുസ്തകം വായിച്ച അറിവും ഒക്കെ വെച്ചിട്ട് ഇതിനെ നിശ്ചിതമായിട്ട് വിമർശിക്കുക. KPSC ആണ് ഒരിക്കലും ഒരു വലിയ നാടക പണ്ഡിതൻ തൃശ്ശൂർ ഇറ്റ്ഫോക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു സെമിനാർ നടക്കുക ഒരു ദിവസം രാവിലെ കേൾക്കാൻ ഞാനും പോയിരിപ്പുണ്ട്. അന്ന് അവിടെ പുള്ളി പറഞ്ഞതാണ്, കേരളത്തിലെ നാടക പ്രസ്ഥാനത്തെ ഇത്രയും തകർത്ത് കളഞ്ഞത് KPSC ആണ്. കാരണം KPSC ആണ് ഇങ്ങനെയൊരു സഞ്ചരിക്കുന്ന ഒരു അത് നാടകമല്ല അതിന് രൂപം കൊടുത്തത് എന്നും പറഞ്ഞ് പുള്ളി നാടകശാസ്ത്രമൊക്കെ ഉദ്ധരിച്ച് അതിനെ നിശ്ചിതമായിട്ട് വിമർശിക്കുന്നത് കേട്ട്. കാരണം വെച്ചാൽ ഇങ്ങനെ ഒരു ടൂറിങ് സ്റ്റേജ്, ഇങ്ങനെ വ്യാപകമായിട്ട് നാടകം കളിക്കാൻ പറ്റുന്ന ഒരു ടൂറിങ് സംവിധാനം യഥാർത്ഥത്തിൽ ഉണ്ടാകുന്നത് KPSCയുടെ നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റാക്കി നാടകം ഇറക്കിയതോടു കൂടിയാണ്. അത് അവർ ബോധപൂർവ്വം ഇത് 6000 സ്റ്റേജ് കളിക്കുമെന്ന് വിചാരിച്ചൊന്നും ഇറക്കുന്നില്ല. അവർ രാഷ്ട്രീയ പ്രചരണ ആയുധമാക്കി ആ നാടകം ഇറക്കി. പക്ഷേ അത് അന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ കേരളത്തിലെ ജനങ്ങളത് ഏറ്റെടുത്ത് ഇങ്ങനെ നിരന്തരം കളിക്കേണ്ടി വന്നതാണ്. പക്ഷേ പിന്നീടുണ്ടായ നാടക സംഘങ്ങൾ മുഴുവൻ ഇവിടുത്തെ നാടകം നടത്തുന്ന ആൾക്കാരും എല്ലാം ഈ ഒരു രീതിയിലേക്ക് നാടകങ്ങൾ ബുക്ക് ചെയ്യാനും നാടകങ്ങൾ ഇറക്കാനും ബുക്ക് ചെയ്യാനും തുടങ്ങിയപ്പം പ്രൊഫഷണൽ നാടകവേദി ഇങ്ങനെ ഈ സഞ്ചരിക്കുന്ന ഒരു നാടകവേദി ഇത്ര വ്യാപകമായി ഇവിടെ കേരളത്തിൽ സജീവമായി. അതിനെയാണ് ഇവർ വിമർശിച്ചത്. അപ്പം എപ്പോഴും വിമർശനമല്ല നമുക്ക് വേണ്ടത്, നമുക്ക് ഒരു പങ്കാളിത്തം, ഒരു കൂട്ട് ചേർന്നുള്ള ഒരു ഏർപ്പാടാണ്. ഇപ്പോൾ സ്കൂൾ ഡ്രാമ എന്ന് പഠിച്ച് വന്ന എത്രയോ ആൾക്കാർ എന്ത് ഗംഭീരമായിട്ട് നാടകം ചെയ്തിട്ടുണ്ടെന്ന് അറിയാം. അസലായിട്ട് പ്രൊഫഷണൽ നാടകം അസാധ്യമായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം അവരുടെ ആ നാടകം ഇത് ഒരു ട്രെയിനിങ്ങും ഇല്ലാത്തൊരു വിഭാഗമാണ് ഈ പ്രൊഫഷണൽ നാടകത്തിൽ പ്രവർത്തിക്കുന്നവർ. ഈ പണ്ടത്തെ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മളെ നാട്ടിൻപുറത്ത് നാടകം കളിച്ച് നല്ല വേഷമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവർ പിന്നെ പതുക്കെ ഏതെങ്കിലും നാടക സംഘത്തിലോട്ടൊക്കെ പോയി ഇങ്ങനെ അവരുടെ കളരി എന്ന് പറയുന്നത് നമ്മളുടെ ഈ വായനശാല നാടകമോ ക്ലബ്ബ് നാടകമോ ഒക്കെയാണ്. അവിടെ നിന്നാണ് നടനായാലും നടിയായാലും പഠിച്ച് വന്നിട്ട് ഇതിലേക്ക് വരുന്നത്. അതല്ലാതെ അവരൊരു സ്കൂൾ ഡ്രാമയിൽ പോയിട്ടോ അന്ന് നാടകം പഠിക്കാൻ ഒരു അവസരമില്ല. എന്തിന് ഒരു നാടക കളരി പോലും ശങ്കരപിള്ള സാർ തുടങ്ങുന്ന എത്രയോ വർഷങ്ങൾക്ക് ശേഷം. പക്ഷേ അതല്ല, ഇന്ന് ട്രെയിൻഡായ ഇഷ്ടംപോലെ നല്ല പിള്ളേർ ഒക്കെ ഇറങ്ങുന്നുണ്ട്. പക്ഷേ അവരെ പഠിപ്പിച്ച് വിടുന്നതിൻ്റെ കുഴപ്പമാണോ എന്ന് നമുക്കറിയില്ല. ഈ ഒരു മേഖല
അത് ഭയങ്കര ഈ പറഞ്ഞ തൊട്ടുകൂടാൻ തീണ്ടാഴികയുള്ള ഒരു മേഖലയാണ് ഈ നാടകത്തിൻ്റെ പഠിതാക്കളുടെ അല്ലെ അവരെ പഠിപ്പിക്കുന്നവരുടെയൊക്കെ സംഗതി. ഒരു വല്ലാത്ത തെറ്റായ ഒരു ധാരണയാണ്. അതൊക്കെ ഒന്ന് മാറിയായിരുന്നെങ്കിൽ പ്രൊഫഷണൽ നാടകവേദിക്ക് കുറച്ചുകൂടെ ഊർജ്ജവും കുറച്ച് അന്തസ്സും ആരുടെയും തലയിൽ എങ്കിൽ പോലും എന്തുമാത്രം നല്ല അവതരണ സാധ്യതകളും നല്ല പുതിയ കാര്യങ്ങൾ ഇപ്പം നടക്കുന്നുണ്ട് നാടകത്തിൽ. ഇപ്പം വന്ന് തുടങ്ങിയിട്ടുണ്ട് ആ പഴയ രീതി തന്നെ. അതിൽ വന്ന മാറ്റമാണ് ഈ വിഷ്വൽസിന് കൂടുതൽ പ്രാധാന്യം വന്നുള്ള ആ ഒരു അതെനിക്ക് ഇപ്പോഴും എനിക്ക് അഭിപ്രായ വ്യത്യാസമുള്ളത് ഞാൻ ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്. ഇങ്ങനെ ഒരു അമിത പ്രാധാന്യം രംഗപടത്തിന് വരാൻ പാടില്ല. കാരണം അതിൻ്റെ ആവശ്യമില്ല. അത്യാവശ്യം നമുക്ക് നാടകത്തിന് വേണ്ട. പക്ഷേ നാടക രചനയുടെ ഒരു സൗകര്യമോ അതിൻ്റെ ഒരു പുതിയ ആസ്വാദനം എനിക്ക് തോന്നുന്നത് യുവജനങ്ങളെ ആകർഷിക്കാൻ പുതിയ പിള്ളേരെ ആകർഷിക്കാൻ വേണ്ടി ആയിരിക്കണം ഇങ്ങനെ സീൻസ് ഇങ്ങനെ മാറി മാറി പോകുന്ന ഈ ഒരു പാറ്റേണിലേക്ക് നാടകരചന വരുന്നത്. അങ്ങനെ കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ പ്രൊഫഷണൽ നാടകത്തിലേക്ക് യുവജനങ്ങളാരും ഇതുവരെ അങ്ങോട്ട് ആകൃഷ്ടരും അല്ല. അവർ പ്രേക്ഷകരായിട്ട് നമ്മൾ എവിടെ ഇപ്പോൾ ഇഷ്ടംപോലെ നാടക മത്സരങ്ങളെ മേളകളൊക്കെ നടക്കുന്നുണ്ടേ. അപ്പോൾ അവിടെയൊക്കെ നോക്കിയാൽ ഒരു വയസ്സിന് മുകളിലോട്ടുള്ളവരേ ഉള്ളൂ പ്രേക്ഷകരായിട്ട് നാടകത്തിന്. അതേസമയം ഗാനമേള മറ്റേ ഡപ്പാങ്കുത്തോ ഒക്കെ വെച്ചൊക്കെ അവിടെ ഇവരും കാണുകയില്ല, ആ പിള്ളേരായിരിക്കും അവിടെ മുഴുവൻ. ഈ ഒരു രണ്ട് ഇത് വൈരുദ്ധ്യം ഇതിനകത്ത് കിടപ്പുണ്ട്. അപ്പോൾ അവരെ ആകർഷിക്കാൻ വേറെ എന്താണ് ഇനി നാടകത്തിന് നമുക്ക് അവർക്കൂടെ ഭാഗവക്കാകാവുന്ന ഏത് തരത്തിലേക്ക് ഈ നാടകത്തെ രൂപപ്പെടുത്തി എടുക്കാമെന്നുള്ളൊരു ആലോചന ഇനി ഉണ്ടാകേണ്ടിയിരിക്കുന്നത്. കാരണം വെച്ചാൽ ഇങ്ങനെ പോയാൽ പോരാ. പ്രൊഫഷണൽ നാടക പ്രസ്ഥാനം ഒന്നുകൂടെ വ്യാപകമാകണം. അത് പുതിയ തലമുറയുടെ കൈകളിലേക്കും ചെല്ലണം. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് എൻ്റെ ഒരു പിന്മാറ്റം പോലും. കാരണം പുതിയ ടെക്നോളജി LED സ്ക്രീനെങ്കിൽ LED സ്ക്രീൻ, വിഷ്വൽ മീഡിയ കയറുന്നെങ്കിൽ വരട്ടെ. അതിനനുസരിച്ച് നാടകം രൂപപ്പെടുത്തുകയും പ്രേക്ഷകനത് ആസ്വാദ്യകരമാവുകയും ചെയ്താൽ പിന്നെ നിങ്ങളെന്തിനാ അത് LED സ്ക്രീൻ ഉപയോഗിച്ചതെന്ന് ചോദിച്ചതിന് അർത്ഥമില്ല. പ്രേക്ഷകൻ സ്വീകരിക്കപ്പെട്ടാൽ അത് ഓക്കെയാണ്. ഇപ്പോൾ ഒത്തിരി കഴിഞ്ഞ വർഷം തന്നെ കുറേ നാടകങ്ങൾക്ക് ഫ്ലെക്സ് പ്രിൻ്റ് ചെയ്ത് കർട്ടൻസുകൾ ഇപ്പം ഞാനിവിടെ വരയ്ക്കുന്നില്ലേ, അതിന് പകരം ഫ്ലെക്സ് പ്രിൻ്റ് ചെയ്ത കർട്ടനുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതിനി വ്യാപകമാകും. കാരണം വെച്ചാൽ പൊതുവെ കുറേ സൗകര്യങ്ങളുണ്ടെന്നല്ല, കുറച്ച് ചിലവിൻ്റെ വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ അതിനകത്ത് നമ്മൾ നാടകവുമായിട്ട് അത് ചേർത്ത് വെച്ച് കാണുമ്പോൾ ഉണ്ടാകുന്ന ഞാനീ പറഞ്ഞ പോലെയുള്ള ചില കുഴപ്പങ്ങൾ അതിനുണ്ട്. അത് അവരൊന്നുകൂടെ പരിഹരിച്ചൊക്കെ അത് ചെയ്യുന്നവർ ചെയ്താൽ കുറച്ച് അത് സജീവമാകാൻ സാധ്യതയുള്ളൊരു മേഖലയാണത് ഈ നാടക സ്റ്റേജിൽ. പോപ്പുലറായ ഒരു കേസ് സകല മാധ്യമങ്ങൾ വന്ന് പിറ്റേ ദിവസം റിപ്പോർട്ട് ചെയ്ത് ഒരെണ്ണമാണ് ഒരു തറവാടിൻ്റെ സെറ്റിട്ട്. അപ്പോൾ ഈ കല്യാണങ്ങൾ പണ്ട് വീട്ടിൽ നടന്നുകൊണ്ടിരുന്ന കല്യാണങ്ങൾ നമ്മൾ ഓഡിറ്റോറിയങ്ങളിലേക്ക് പറിച്ച് നട്ടപ്പോൾ ആ വീടിൻ്റെ ഒരു ഫീല് പെണ്ണിറങ്ങി വരുന്ന ആ തറവാട്ടിൽ നിന്ന് ഇറങ്ങി വരണമെന്നുള്ള ഒരു ഇതുകൊണ്ട് 3 ഡയമെൻഷൻ തന്നെ സിനിമ സെറ്റ് ഇടുന്ന പോലെ തന്നെ. ഇത് കോട്ടയത്ത് ഇന്ദ്രപ്രസ്ഥം എന്ന് പറഞ്ഞ ഓഡിറ്റോറിയത്തിലായിരുന്നു.